ഇത്രമാത്രം ആളുകൾ നേരത്തെ തന്നെ ഹാളിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അല്പം നേരത്തെ തന്നെ യോഗം ആരംഭിക്കുന്നത്. അഭിനന്ദ മെത്രാപ്പൊലീത്ത വരുന്നതിലേക്ക് ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഗ്രാനായ അസോസിയേഷന്റെ പ്രസിഡന്റ് മേജർ റോബർട്ട് സി കെ മാത്യൂസ് കോർപ്പിസ്കോപ്പ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ സി കെ മാത്യൂസ് കോർപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട MG യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ എൻ രവീന്ദ്രനാഥ്, സമുദായ സെക്രട്ടറി ശ്രീ തമ്പാൻ തോമസ്, സമുദായ വൈദിക ട്രസ്റ്റി കെ ഒ ജോസഫ് കുളത്താമണി, ഗ്രാനായ സമുദായത്തിലെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട കൊച്ചാഴ്ച, ഭദ്രാസന സെക്രട്ടറി മാത്യൂസ് അച്ഛൻ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, നാളെയുടെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ഇവിടെ എത്തിയ രക്ഷകർത്താക്കളെ, ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ സമൂഹത്തിന്റെ നാളെയുടെ പ്രതീക്ഷകളായ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് എന്തുകൊണ്ട് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ്. വിദ്യാരംഭത്തിന്റെ പടിവാതിൽക്കലാണ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമുക്ക് പറയാം, വി ആർ ഓൺ ദി ഔട്ട്സ്കർട്ട്. വിദ്യാരംഭത്തിന്റെ ഔട്ട്സ്കർട്ടിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സമൂഹത്തിലെ പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ദിനം തന്നെ തെരഞ്ഞെടുത്തത് വളരെ ഉചിതമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ക്രൈസ്തവ സഭകളായി. പുലർത്തുന്ന കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി സഭ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അബ്രഹാം സെമിനാരിയെ തെരഞ്ഞെടുത്തു. ഇതിലും കൂടുതൽ വളരെ സൗകര്യപ്രദമായ മറ്റു പല ആളുകൾ നമുക്കുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ചൂടുണ്ട്, ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ഹാളിന് പ്രാപ്തിയില്ല, ഇതൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഈ അബ്രഹാം സെമിനാരി തെരഞ്ഞെടുത്തതിന് തന്നെ പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന പരിശുദ്ധരായമാർ അബ്രഹാമിന്റെ സാന്നിധ്യത്തിലാണ്. സുറിയാനി സഭയുടെ ഈ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ക്രമീകരണം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ദൈവം അനുവദിച്ചെങ്കിൽ 2005 സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ കൊയിലാണ്ടിക്കടുത്തുള്ള പുൽപ്പമലയിൽ നമ്മുടെ നഴ്സിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തി. അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടിയുള്ള കെട്ടിടങ്ങളും മറ്റു ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 2005 നമുക്കൊരു നഴ്സിംഗ് കോളേജ് ഉണ്ടാവും. അതുപോലെ തന്നെ വെളിനാട് നമുക്കൊരു സ്ഥലമുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ പ്രവർത്തന ഫലമായി നമുക്ക് അവിടേക്ക് 2 കോഴ്സിന് വേണ്ടിയുള്ള സാങ്ഷൻ നൽകി. അത് ഗവൺമെന്റിൽ പോയി, ഗവൺമെന്റ് അതിനുവേണ്ടി അനുവാദം നൽകി. അവിടത്തേക്കുള്ള റോഡിന്റെ പണി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2005 നമുക്ക് പുതിയ കോളേജ് അവിടെ എത്തും. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് സി കെ മാത്യൂസ് അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ മെത്രാപ്പൊലീത്ത വരുന്നവരെ അധ്യക്ഷനാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിന്റെ പ്രായമുള്ള ഈ കാലഘട്ടത്തിലും ചെറുപ്പക്കാരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് നല്ല ഉപദേശം നൽകി ഗ്രാനായ കമ്മിറ്റിയെ ശരിയായ ഇതിനുവേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഞങ്ങളോടൊപ്പം സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട സമുദായ സെക്രട്ടറി ശ്രീ തമ്പാൻ തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാനായ സമുദായത്തിന്റെ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ കെ ഒ ജോസഫ് കുളത്രാമണിൽ അച്ഛനെ നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൊഫസറാണ്, റാന്നി കോളേജ് ഗൈഡുമാണ്. സ്റ്റീഫൻ ചേരിയിൽ താഴെ രജിസ്ട്രേഷനിലിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, കോളേജുകളും സ്കൂളുകളും മാത്രം ഉണ്ടാക്കിയവരായിരുന്നു ബോധവൽക്കരണങ്ങളും പഠിച്ചു വരുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ ഒരു ആശയം ശക്തമായിട്ട് അദ്ദേഹം ഈ ആശയവുമായിട്ട് മുന്നോട്ട് വരികയും അദ്ദേഹത്തിന്റെ ഡിഗ്രി ക്ലാസ്
ശ്രേഷ്ഠതയെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെയേറെ മനോഹരമായ ഒരു സമ്മേളനമാണ് ഇന്ന് സംഘടിപ്പിച്ചത്. ഇവിടെ സ്വാതന്ത്ര്യമാസികയിൽ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യം നിറഞ്ഞ മേഖലകളിൽ കേരളത്തിന് മികച്ച സംഭാവനകൾ നൽകുവാൻ ശക്തമായ തീരുമാനവും എടുത്തുകൊണ്ട് നാനായ സമുദായം മുന്നോട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഈ ഏതൊരു നീക്കവും വിജയിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അഭ്യർത്ഥനായി കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും പിതാക്കന്മാരും ഈ കഴിഞ്ഞ തൊട്ടടുത്ത സമയങ്ങളിൽ മുൻ തലമുറയിൽ ഇന്ത്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ എല്ലാ പ്രദേശത്തേക്കും പോയി വിവിധ രംഗങ്ങളിൽ അവർ സേവനം അനുഷ്ഠിക്കും. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയ പ്രയോജനം എന്താണ്? ഞാൻ വളരെ ദീർഘമായിട്ട് പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയുടെ നീർച്ചുഴിയിൽ നിന്ന് വിഷമിച്ച് ഉലഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കേരളം പിടിച്ചു നിന്നത് നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അയക്കുന്ന പണമാണ്. കേരളത്തിന്റെ വാണിജ്യ വ്യവസായിക മേഖലകളെ ഒക്കെ അതിന്റെ ഉന്മേഷവും ശക്തിയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് നമുക്ക് സാധിച്ചത് ഇന്നലകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം. കേരളം അക്കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയുമായി. മറ്റെല്ലാ സ്റ്റേറ്റുകളെക്കാളും കേരളം മുമ്പത്തേക്ക് വന്നു. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് വന്നു, വിദ്യാഭ്യാസം 1-ാം സ്ഥാനത്ത് വന്നു, സ്ത്രീ വിദ്യാഭ്യാസം 1-ാം സ്ഥാനത്ത് വന്നു. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ ഉള്ള വിദ്യാഭ്യാസം താരതമ്യം ചെയ്താൽ വളരെ കുറവാണ്. ലോകത്ത് എവിടെയും കിട്ടുന്ന മികച്ച വിദ്യാഭ്യാസം, ഉന്നത നിലവാരത്തിലുള്ള ഏത് രാജ്യങ്ങളോടും മത്സരിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടു. അതോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടെ എന്ന പേരിൽ അവാർഡ് കൊടുക്കാൻ ഒന്നിച്ചിവിടെ വിളിച്ചപ്പോൾ കേരളത്തിന്റെ ഒരു സമ്പത്തായിട്ട് കൂടിയിരിക്കുന്ന ഇത്രയും കുട്ടികൾ, അവരിലാണ് കേരളത്തിന്റെ നല്ല ഭാവി നമ്മൾ കാണുന്നത്. ഈ സമുദായത്തിന്റെ അവിടെ പുസ്തകങ്ങൾ പകർത്തുക, പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടപ്പോൾ എഴുതുക, അതൊക്കെ മാറിയിട്ട് ലോകത്തെ കുറിച്ച് അനന്തമായ വിജ്ഞാനം, കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ എവിടെ നിന്നെല്ലാം കിട്ടുമോ അത് ശേഖരിക്കാനുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളിൽ വരണമെങ്കിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അവർ കഷ്ടപ്പെടുന്നവരെ അവർ അംഗീകരിക്കുന്നവരെ, അവർ ബുദ്ധിമുട്ടുന്നതിന് അവർക്ക് ആദരവ് കൊടുക്കണം. ആ ആദരവ് കൊടുക്കുമ്പോൾ ഇന്നത്തെ അവരുടെ വിജയത്തെക്കാൾ കൂടുതൽ വിജയം നേടുവാനുള്ള സ്വാഭാവികമായ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. എനിക്ക് അതുകൊണ്ടാണ് ഈ പരിപാടിയോട് പ്രത്യേക ഒരു സ്നേഹം. ഈ കുട്ടികൾ ഓരോരുത്തരും ഇപ്പൊ 10ൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, +2-ലുള്ളവരുണ്ട്, ഡിഗ്രി ക്ലാസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്, MPhil ഉണ്ട്, അതുപോലെ ഗവേഷണപരമായ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം പ്രോത്സാഹനം കൊടുക്കുന്നു പറഞ്ഞാൽ 10ൽ നിന്ന് നമ്മൾ അവാർഡ് കൊടുക്കുന്ന ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ മനസ്സിൽ ഇപ്പോഴേ തീരുമാനം സ്വാഭാവികമായി ഉറക്കുകയാണ്, +2-ലും ഞാൻ ഈ അവാർഡ് മേടിക്കും. +2-ൽ മേടിക്കുന്ന കുട്ടിക്ക് ആഗ്രഹം സ്വാഭാവികമാണ്, ഡിഗ്രിക്ക് ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുമ്പോൾ മേടിക്കും. ആ ആഗ്രഹം ആ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ സമുദായത്തിന്റെയും ഇന്നത്തെ നാടിന്റെയും ആവശ്യമാണ്. നമുക്ക് അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. കേരളം അങ്ങനെയുള്ളവരെ കൂടുതൽ ആളുകളെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. അതിന് ഉതകുന്ന ഒരു നല്ല പരിപാടിയായിട്ട് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നതിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇവര് മാത്രമാണോ ഇങ്ങനെ ഒരു ചിന്ത ഇവർക്ക് മാത്രമാണോ ഉണ്ടാകുന്നത്? ഈ വാർത്ത കേൾക്കുന്നവർ, ഈ അവാർഡിനെ, ഈ മെറിറ്റ് അവാർഡിനെ കുറിച്ച് ഇന്ന് ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള പള്ളികളിൽ അവിടെ കൂടുതൽ ആളുകൾ അവിടെ ഒക്കെ ചർച്ച നടന്നു, ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർക്കും ആഗ്രഹം ഉണ്ടാകുകയാണ്. ഉയർന്ന മാർക്ക്, വലിയ വിജയം, അതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത കാലത്ത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ആവറേജിൽ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ല. മികച്ച മാർക്ക് നിങ്ങൾ 80% കൂടുതലാണെങ്കിൽ 90-ഉം 100-ഉം മേടിക്കുവാൻ, 100% മാർക്ക് മേടിക്കാൻ ഉള്ള പരിശ്രമങ്ങളിലേക്ക് നമുക്ക് പോകണം.
അതുകൊണ്ട് ഈ പരിപാടി എനിക്ക് തോന്നുന്നത് വളരെ ഭാവനയോടുകൂടി, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയായി തോന്നുന്നു. ഇതിനെല്ലാം ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ഈ കുട്ടികൾ നാളെയുള്ള വാഗ്ദാനങ്ങൾ എന്ന സ്വാഗത പ്രാസംഗികൻ വിശേഷിപ്പിച്ചതുപോലെ നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും ആ കുട്ടികളിലാണ്. അവര് നാളെ ഈ സമുദായത്തിന് അഭിമാനിക്കുന്ന മക്കളായി, കേരളത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി, നമ്മുടെ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി വളർന്ന് ലോകത്തിനും നമ്മുടെ സമുദായത്തിനും എല്ലാ സേവനങ്ങളും അർപ്പിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ നല്ല സമ്മേളനം ഔപചാരികമായി ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗത്തിനായി പ്രൊഫസർ ഡോക്ടർ എൻ രവീന്ദ്രനാഥ്, വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റി. അഭിനന്ദനായ ആദരണീയനായ മന്ത്രി, എന്നോടൊപ്പം സ്റ്റേജിലും എൻ്റെ മുൻപിൽ സദസ്സിലിരിക്കുന്ന ആരാധ്യരായ ദൈവങ്ങൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ജനന്മാർക്കും അതിഥിമാർക്കും ഒക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ അവാർഡിന് അർഹരായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള അനുജന്മാരെയും അനുജത്തിമാരെയും ആശംസിക്കുക മാത്രമാണ്. എത്രയോ അനുഭവ സിദ്ധിയുള്ള അക്ഷമമാരുടെ മക്കളാണ് നിങ്ങൾ. എന്നേക്കാൾ എത്രയോ അനുഭവ സിദ്ധിയുള്ള അയൽക്കാരുടെ സ്നേഹം പിടിച്ചുവിട്ടുന്ന കുട്ടികളാണ് നിങ്ങൾ. അങ്ങനെ എല്ലാ ചുറ്റുപാടുകളിലും, വിശേഷിച്ച ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതികളിലും ഒത്തിരി അനുഭവ സിദ്ധികൾ അയൽക്കാരിൽ നിന്നും സ്വന്തം ബന്ധുജനങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത് ഇത്തരത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കി ഇന്ന് അവാർഡിന് അർഹരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമ്മളിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മുന്നിലേക്ക് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപചയത്തെക്കുറിച്ചും ബഹുമാനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അപജയം സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം നമ്മളെ നയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിദ്യ നേടുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിചാരം, വിദ്യ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് എടുക്കാൻ കഴിയണം എന്നാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം അതാണ്. നാം നേടുന്ന വിദ്യ കൊണ്ട് നമ്മളുടെ മനസ്സിനെ സംസ്കരിച്ച് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് സംസ്കാര ചിത്തരായി ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ആ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് വസ്തുത, എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവവിധ അപജയങ്ങൾക്കും കേവലം വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിന് നിദാനം ആയി ഭവിച്ചിരിക്കുന്നത് വിദ്യ നേടിയിട്ടും നമുക്ക് നമ്മളുടെ മനസ്സിനെ സംസ്കരിച്ച് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം നല്ല വിദ്യാഭ്യാസം നേടിയാലും ശരി, നമ്മൾ നേടുന്ന വിദ്യാരംഗത്ത് എത്ര ഉന്നതമായ വിജയം നേടിയാലും ശരി, അതുകൊണ്ടൊന്നും തൃപ്തരായി തീരാൻ പാടില്ല എന്നുള്ള ഉപദേശം മാത്രമാണ് എനിക്ക് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് നൽകുവാനുള്ളത്. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ ബോധപൂർവം ആ വിദ്യ കൊണ്ട്, നമ്മൾ ആർജിച്ചെടുക്കുന്ന സമ്പാദിച്ചെടുക്കുന്ന വിദ്യ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെയും സംസ്കരിച്ചെടുക്കുവാൻ കഴിയണം. നമുക്ക് കൾച്ചർ ആയി തീരുവാൻ കഴിയണം എന്നാണ്. ഈ അവാർഡിന് അർഹരായ കുട്ടികളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ എന്നെയും അനുഗ്രഹിച്ച ബഹുമാനായ സഹോദരി സഹോദരങ്ങൾക്കും അനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാം ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. വേദിയിലെ ഭൂഷിതരായിരിക്കുന്ന, സദസ്യമായി ഭൂഷിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരും, വളരെ ബഹുമാന്യനായ
ആദരണീയനായ മന്ത്രി CF തോമസ്, പ്രോ വൈസ് ചാൻസലർ, ഇവിടെ മെറിറ്റ് അവാർഡ് ഈ ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന, ഇതിനർഹരായിരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരും മറ്റ് സമുദായ സ്നേഹികളും, നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. മുൻ പ്രാസംഗികരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനായ സമൂഹത്തിലെ പ്രതിപാദകന്മാർ എന്നുള്ളത് മാത്രമല്ല, ഈ സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ നാളെയുടെ ഭാവി നിയന്ത്രിക്കുന്ന, ഈ സമൂഹത്തെ കുറിച്ച് വളരെയേറെ വിശാലമായ കാഴ്ചപ്പാടോടെ ലോകത്തിന്റെ മുമ്പിലെ ഈ രാജ്യത്തെ സുപ്രധാനമായ കാര്യങ്ങളില് അല്ലെ ലോകം തന്നെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വിധത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരുക്കിയെടുക്കേണ്ടവരായ ആളുകളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രത്യേകിച്ചും സയൻസിന്റെയും ടെക്നോളജിയുടെയും IT-യുടേതുമായ ഈ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് സമൂഹം ഒരു ഗ്ലോബൽ വില്ലേജ്, ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ് ആകുന്നതിന് അവരവരുടേതായ റോള് ആർക്ക് വഹിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഇന്നലെകളിൽ അസാധ്യമായിരുന്ന കാര്യങ്ങളെ ഇന്ന് സാധ്യമാക്കി തീർക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇത് സമൂഹം മതിപ്പോടെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നത്. അത് ഏത് ഫീൽഡിലാണെങ്കിലും ഇന്നലെകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എത്രയോ പ്രയാസമേറിയ കാര്യങ്ങൾ ഇന്ന് മിനിറ്റുകൾക്കുള്ളിലെ, മണിക്കൂറുകൾക്കുള്ളിലെ സാധ്യമാക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്, മാറി മറിയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ ആശ്രയിച്ചാണ്. ഒരു ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നു. അത് മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ അവരെ വളർന്നു വന്നു ഈ സമൂഹത്തിന് അവരുടേതായ സേവനങ്ങൾ നൽകുമ്പോൾ വാസ്തവത്തില് ഈ രാജ്യം സന്തോഷിക്കുകയാണ്, അവർ ഉൾക്കൊള്ളുന്നതായ സമൂഹം സന്തോഷിക്കുകയാണ്. ഇന്ന് ഈ സമൂഹത്തിലുള്ളതായ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും കാണുമ്പോൾ അവർക്കാണ് ഈ രാജ്യത്തിന് തന്നെ വലിയ സമ്പത്തായിട്ട്, വലിയ സമ്മാനമായി തീർന്നിരിക്കുന്ന ഒരു തീരേണ്ടവരുമാണ്. അവരെ കുറിച്ച് വളരെ സന്തോഷത്തോടെ നമ്മുടെ മുൻ പ്രാസംഗികര്, ആദരണീയനായ മന്ത്രി, അതുപോലെ ഇത്രയും ബഹുമാന്യനായ ചാൻസലറും സംസാരിച്ചു. അവരൊക്കെ വന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായിരിക്കുന്ന ഈ ഉന്നത വ്യക്തികളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും എത്രയോ സന്തോഷം. ഇന്ന് നമ്മളൊക്കെ ഞാനായ മെറിറ്റ് അവാർഡ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അനേകം ആളുകള് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിനുള്ളതായ ഇരിക്കുന്നതിനുള്ളതായ ഫെസിലിറ്റീസ് ക്രമീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു മറ്റു സ്ഥലങ്ങളിൽ. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഇത്രയും നമ്മുടെ ആളുകളെ ഒന്നിച്ച് വരികയും കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്നതിനെയും ഓർക്കുന്നു. നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇത്രയും വിശാലമായ വിധത്തിൽ ലാർജ് സ്കെയിലിൽ ക്രമീകരണം ചെയ്യുന്നത്. തുടർന്നുള്ളതായ വർഷങ്ങളിലെ നമ്മൾ അത് വേണ്ട വിധത്തിൽ അതനുസരിച്ച് ചിന്തിച്ച് ചെയ്യുവാൻ നമുക്ക് കഴിയും. ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഈ വിധത്തിലുള്ളതായ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ അസോസിയേഷൻ ഹാള് ഇതിനെ മതിയാകുമെന്നുള്ളതായ ചിന്തയിലായിരിക്കും. എന്നാൽ ഇത്രയും ആളുകളെ ഈ വിധത്തില് സഹകരിക്കുന്നു എന്നുള്ളത് എത്രയും പ്രോത്സാഹനാജനകമാണ്. ഇവിടെയുള്ളതായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഈ പല ഗിഫ്റ്റുകള്, മൊമെന്റോകളൊക്കെയും അനേകം ആളുകളെ സ്പോൺസർ ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വന്നു. ആളുകൾക്ക് ഇതിലുള്ളതായ താല്പര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പഠനത്തിന്റെ വലിയ ഇത്രയും ഉയർന്ന മാർക്കോടെ അവർ പാസ്സാകുവാൻ സഹായിച്ചത് ഇവിടെ തന്നെ കടന്നു വന്നിരിക്കുന്നതായ മാതാപിതാക്കന്മാരെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇത്ര പോളിയും ചെയ്തുള്ള നിലയിൽ ഞാൻ വൈദികരെന്നുള്ള നിലയിലെ വൈദികർക്കും അറിയാം
മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അല്പമെങ്കിലും പുറകോട്ട് പോകുന്നുവെന്ന് കണ്ടാൽ അവർക്ക് ഉറക്കം വരാത്ത രാത്രികളാണ്. കുഞ്ഞുങ്ങളുടെ പഠനമാണ് അവരുടെ മെയിൻ കൺസേൺ, പ്രൈമറി കൺസേൺ എന്നുള്ളത്. സാമ്പത്തികമായ വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് കുഞ്ഞുങ്ങളുടെ പഠനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുകൊണ്ട് എത്രയും മുന്നിൽ കുട്ടികളെ കൊണ്ടുവരാമോ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന മാതാപിതാക്കന്മാരാണ് നമുക്കുള്ള സമൂഹത്തിൽ മുഴുവൻ. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതായ വലിയ ഉയർന്ന മാർക്കോടുകൂടി അവരെ തിളക്കമാർന്ന വിജയം കൈവരിച്ചു. അതിന്റെ പിന്നിലെ പ്രേരക ശക്തികളും ചാലക ശക്തികളും നിങ്ങൾ മാതാപിതാക്കന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കന്മാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ. ഈ ഉയർന്ന മാർക്ക് ലഭിച്ചതായ എല്ലാ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അവർക്കൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗ്യം ലഭിക്കട്ടെ. ദൈവം അതിനെ കരുണ ചെയ്യട്ടെ. അതോടൊപ്പം ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി, സ്വാതന്ത്ര്യം തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരായി തീരാതെ സമൂഹത്തെ കുറിച്ച് കരുതുന്നവരായി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ സമുദായത്തിലെ വിവിധ പ്രോജക്ട്സുകൾ വരുമ്പോൾ അതിന് കൈത്താങ്ങൽ വീണ്ടും നമ്മുടെ ആളുകൾക്ക് എല്ലാ മേഖലകളിലും വളരുവാനുള്ളതായ സാഹചര്യം. ഇപ്പോൾ ഫാർമസി കോളേജ് നമ്മൾ ആരംഭിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ ഒരു മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. അവിടെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പഠിച്ചു വരുന്നതായ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനത്തായി കഴിയുമ്പോൾ അതിനുവേണ്ടി എല്ലാ കൈത്താങ്ങലും നൽകണം. അങ്ങനെ വരും തലമുറയെയും നമുക്ക് വളർത്തിയെടുക്കാനും അവരെയും ശക്തിപ്പെടുത്തുവാനും നമുക്ക് കഴിയും. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. അനേകം ആളുകളെ പുറത്തേക്ക് നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എവിടെയായിരുന്നാലും ഈ സമൂഹത്തെ കുറിച്ച് അവർ കരുതണം. ജ്ഞാനായ സമൂഹം ഒരു ചെറിയ സമൂഹമാണ്, എന്നാൽ ഒരുപാട് റിസോഴ്സസ് ഉള്ളതായ സമൂഹമാണ്. ഞാൻ അമേരിക്കയിലും രാജ്യങ്ങളിലും എല്ലാം ഒരു സമയത്തുള്ളിൽ പോയ സമയത്ത് അവിടെയുള്ള ആളുകളെ കുറിച്ച് എനിക്ക് വളരെ മതിപ്പുണ്ട്. ഇവിടെ തുടങ്ങി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഏതൊരു പ്രോജക്റ്റുകളേക്കും വേണ്ടതായ എല്ലാ സപ്പോർട്ടും തരാമെന്ന് അവർക്ക് ഈ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ പുറത്തു പോകുന്നത് പോലും വരികയും അവിടെയൊക്കെ നല്ല ജോലി പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഈ സമൂഹത്തെ കുറിച്ച് നിങ്ങൾ കരുതണം. ഈ ജ്ഞാനായ സമുദായത്തെ കുറിച്ച്, ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെയേറെ ചിന്തയുണ്ടായിരിക്കണം. ഇതിന്റെ വളർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യവും ചുമതലയുമാണെന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ധരിക്കണം. ഞാൻ വാദങ്ങളെ ചൊല്ലിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെയും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം വളരെയേറെ പ്രയത്നിച്ചതായ വ്യക്തിയാണ് നമ്മുടെ സ്റ്റീഫൻ ചേരിയിലെ ഡോക്ടർ സ്റ്റീഫൻ ചേരിയിലെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ഇതിനു വേണ്ടി വളരെയേറെ പരിശ്രമിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികരുടെയും മറ്റ് നമ്മുടെ സഭയുടെ സമുദായത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെയും അസോസിയേഷൻ മെമ്പേഴ്സിന്റെയും പള്ളി കമ്മിറ്റിയുടെയും ഒക്കെ സഹകരണത്തോടെ അദ്ദേഹം വളരെ ഇതിനു വേണ്ടി മുൻപന്തിയിൽ നിന്ന് യത്നിച്ചു. അത് കൃത്യമായി എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ സ്റ്റീഫൻ ചേരിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് ഈ സമുദായത്തിന് നടപ്പിലാക്കുവാൻ പല പ്രോജക്ട്സുകളും നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങള്, നൂതനമായ ആശയങ്ങള്, പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ചുള്ള വലിയ കരുതൽ അദ്ദേഹത്തിനുണ്ട്. ആ വിഷയത്തിലൊക്കെ അതിനെ നമുക്ക് പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങൾ നമ്മളത് ചിന്തിച്ച് കമ്മിറ്റികളിലൊക്കെ ചിന്തിച്ച് വേണ്ടത് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഡോക്ടർ സ്റ്റീഫൻ ചേരിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും, ഒപ്പം നമ്മുടെ സമുദായത്തിന്റെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അസോസിയേഷൻ മെമ്പേഴ്സും പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരുടെയും സഹകരണം നമുക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. തുടർന്ന് അത് ശക്തിയായിട്ട് കാര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചു നമുക്കിതിന് മിടുക്കരായി കൊച്ചു മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കുന്ന നമ്മുടെ കുട്ടികളെയെല്ലാം ഞാൻ ആത്മാർത്ഥമായി ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് എല്ലാ നന്മകളും വിജയങ്ങളും അവർക്ക് നേരുകയും ആശംസിക്കുകയും മാതാപിതാക്കന്മാരെയും സന്തോഷത്തോടെ ഞാൻ അവർക്കും എല്ലാ നന്മകളും നേരുകയും ഒപ്പം അവരെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.
അനുഗ്രഹത്തിന്റെയും ആശീർവാദത്തിന്റെയും പരിമളം പറഞ്ഞു നൽകിയ അധ്യക്ഷ പ്രസംഗത്തിന് അഭ്യുന്നയ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ജ്ഞാനായ അസോസിയേഷന്റെ പ്രസിഡന്റ് വെനറബിൾ C.K. മാത്യൂസ് ക്ഷണിച്ചു. ശ്രീ ബഹുമാനപ്പെട്ട മോത്രാമച്ചൻ, ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ അവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വലിയ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങൾ, വളരെയധികം നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. തന്നെ വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപയാണ് ഇവരൊക്കെ ഇന്നലെ വരാൻ സാധിച്ചത് എന്നുള്ള കാര്യം അവർ ഓർക്കട്ടെ. അവരുടെ ജീവിത കാലത്ത് ഈ സമുദായത്തോടുള്ള സ്നേഹം അവരെത്രയും വളരെ വർദ്ധിപ്പിച്ചു. ഞാൻ ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ അംഗമാണ്. ഈ ലോകത്തിന് പ്രയോജനമുള്ളവരായി എല്ലാവരും തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള അവസരം തന്നതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അഭിനന്ദ തിരുമനസ് കൽപ്പിച്ചതുപോലെ ഇതിനുവേണ്ടി വളരെയധികം പ്രവർത്തിച്ച ആളുകളെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ സ്റ്റീഫനെ ഈ അവസരത്തിൽ ഓർക്കുകയും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിടും. ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ C.K. മാത്യൂസ് നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ജ്ഞാനായ സമുദായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ തമ്പാൻ തോമസ്. പ്രൊഫസർ ഡോക്ടർ എൻ രവീന്ദ്രനാഥ്, ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട C.K. മാത്യൂസ് അച്ഛൻ, ട്രസ്റ്റിമാരെ ഞാൻ മനസ്സിലാക്കുന്നു. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. എങ്കിലും ആമുഖമായി പറയട്ടെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം 1000 പനനീർ പുഷ്പങ്ങൾ ഒന്നിച്ചിവിടെ നിൽക്കുന്നത് പോലെ ജ്ഞാനായ സമുദായത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നിങ്ങളുടെ ഓമന മുഖങ്ങൾ കാണുമ്പോൾ ആർക്കാണ് മനസ്സിൽ സന്തോഷം തോന്നാത്തത്? ഏതായാലും വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തന്ന് ഇതിന്റെ ഒരു നെടുന്തൂണായി ഞങ്ങളൊക്കെ ഡോക്ടർ സ്റ്റീഫൻ ചേരി സ്റ്റേജിലേക്ക് വരണം. എല്ലാവരും കൂടെ ഒന്നിച്ച് കൈയടിച്ച് അദ്ദേഹത്തെ നമുക്ക് പ്രോത്സാഹിക്കാം, അഭിനന്ദിക്കാം. ഇതിന്റെ സംഘാടകനായിട്ടുള്ള അദ്ദേഹം ഈ അഭിനന്ദനങ്ങൾ നിശ്ചയമായും സമുദായത്തോട് കൂറുള്ളവരായിരിക്കണം, സമുദായത്തോട് സ്നേഹമുള്ളവരായിരിക്കണം, സമുദായത്തെ പറ്റി കരുതലുള്ളവരായിരിക്കണം. അത് മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് നിങ്ങൾ നല്ല മാതൃകളായി തീരണം. തുടർന്നുള്ള വർഷങ്ങളിലും ജ്ഞാനായ മെറിറ്റ് അവാർഡുകൾ സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങൾ അതിലേക്ക് ഉണ്ടാകണം. മാതാപിതാക്കളോട് എനിക്ക് ഒരൊറ്റ വാക്കുണ്ട്. ഇത്ര നല്ല വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നിങ്ങൾ കാണിച്ചതായിട്ടുള്ള വലിയ മനസ്സ്, നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം വരും കാലങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങൾ നിശ്ചയമായിട്ടും ജ്ഞാനായ മെറിറ്റ് അവാർഡുകൾ വീണ്ടും വീണ്ടും സംഘടിപ്പിക്കുന്നു. നമസ്കാരം. സെക്രട്ടറി ട്രസ്റ്റി ജിയോ എലിയാസ്, ഈ യോഗത്തില് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് വളരെയേറെ ആത്മസന്തോഷം തോന്നി. കാരണം ഇത്രയും കുട്ടികളെ ഒരുമിച്ച് അവാർഡിന് അർഹരായ ഒരു വലിയ ഒരു കൂട്ടത്തെയാണ് ഞാൻ കാണുന്നത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. 1980-കളിലൊക്കെയും ഈ സമൂഹത്തിലെ എല്ലാ സഭകളും സമൂഹങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പഠിച്ചുയർത്തിയപ്പോൾ നമ്മൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയാലും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ഈ കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുകയും ഇതേ തുടർന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പ്രയോജനമുള്ളതായി തീർന്ന് ചിലരൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിന്
ഇടയാകട്ടെ എന്ന് ആശംസിച്ചു എന്നെ വാക്കുകൾ ചെയ്തു. നമ്മുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ബിനോയ് മാത്യു ആണ്. ഡോക്ടർ ബിനോയ് മാത്യുവിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവാർഡ് ജേതാക്കളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ആദരണീയ പരിശുദ്ധ ഓർത്തഡോക്സിന്റെ ലൈംഗിക സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രഭുകളും വാഴ്വുകളും അധികാരങ്ങളും ലഭിച്ചിട്ടുള്ള നമ്മുടെ ആത്മീയ പിതാവായ ദൈവത്തിനായ ഡിയാക്കോസ് മാർ സെർവറിയോസ്, ആദരണീയനും പ്രണയക്കാരുടെ മുഖപത്രമായ പ്രണയ ജീവിതത്തിലൂടെ നമ്മൾ ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമുദായ ട്രസ്റ്റി കമാൻഡർ ടിമോ ഏലിയാസ്, സഭയുടെ പുരോഗതിക്ക് വേണ്ടി അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നനായ ശ്രീ തമ്പാൻ തോമസ് സെക്രട്ടറി, പ്രോ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ എൻ രവീന്ദ്രനാഥ്, വെരി റവറൻഡ് സി കെ മാത്യൂസ് കോർണേഴ്സ് അച്ഛൻ, റവറൻഡ് ഫാദർ പ്രൊഫസർ കെ ഒ ജോസഫ് അച്ഛൻ, കൂടി വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തോടു കൂടിയാണ് ഞാൻ ഇതിന്റെ മുകളിൽ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഞാൻ ഈ അവാർഡ് വിന്റേഴ്സിന്റെ എല്ലാം റെപ്രസെന്റേറ്റീവായിട്ടാണ് ഇതിന്റെ മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരിച്ചൊരു ഉത്തരവാദിത്വം എനിക്കൊണ്ട് എല്ലാവരുടെയും പേരിൽ ഇവിടെ ആശംസകൾ നേർന്നിട്ടുള്ളവർക്കും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചതായ ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ആ അനുഗ്രഹങ്ങളെ കൈവിടാതെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ, ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് അല്പമായും അത് ഈ അവാർഡിൽ പെടാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് പ്രചോദനമാകുമെങ്കിൽ ആകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഭിമുഖ്യമുണ്ട് ഇതിന്റെ പേരിൽ പ്രവർത്തിച്ച സഭാ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ചും ഡോക്ടർ സ്റ്റീഫൻ ചേരി എന്നിവരോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്നേഹത്തെ കുറിച്ച് വളരെ ഊന്നി ആശംസ അർപ്പിച്ച ഡോക്ടർ ബിനോയ് മാത്യുവിന് നന്ദി അറിയിക്കുന്നു. ഇനിയും അടുത്ത പ്രിന്റഡ് പ്രോഗ്രാം അനുസരിച്ച് അവാർഡ് വിതരണമാണ്. ഒരു ചെറിയ വ്യത്യാസം ഇതിന് വരുന്നത്, കൃതജ്ഞതാ പ്രകാശനത്തിന് ശേഷം അവാർഡ് വിതരണം നടത്തുന്നതും തുടർന്ന് മെത്രാപ്പൊലീത്തായുടെ ആശീർവാദത്തോടുകൂടി യോഗം അവസാനിക്കുന്നതുമാണ്. കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സ്റ്റീഫൻ ചേരിയെ ക്ഷണിച്ചു. കുട്ടികളെ, മാതാപിതാക്കളെ, മാനേജ്മെന്റ് അവാർഡിന്റെ ചടങ്ങ് അവസാനിക്കുന്നതിനൊപ്പം റിസർച്ച് ഒരു സ്വന്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ തുടർന്നിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ സെന്റർ ഫോർ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ആൻഡ് ആക്ഷൻ്റെ ആദ്യത്തെ കഴിഞ്ഞ മാസം 1-ാം തീയതി രജിസ്റ്റർ ചെയ്തെങ്കിലും കഴിഞ്ഞ മാസം 27-ാം തീയതി കൊച്ചിൻ യൂണിവേഴ്സിറ്റി നാഷണൽ സിമ്പോസിയം നടത്തപ്പെട്ടു. വൻ വിജയമായിരുന്നു. അത് കേരള ഗവൺമെൻറ് 5000 രൂപ ഗ്രാൻറ്റും അതിന് അനുവദിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ ഏതാനും ഗ്രാൻറ്റുകൾ എടുക്കാൻ പോകുന്നുണ്ട്. കൂടുതൽ ഗവേഷണവും രംഗത്ത് സ്വതന്ത്രമായ സ്ഥാപനം തുറക്കമിട്ടതിൻ്റെ ഡയലോഗ് റിലീസ് അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഔദ്യോഗിക തിരുമേനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് റിലീസ് ചെയ്യുന്നതിന് എല്ലാവരുടെയും അനുവാദം കൂടി ചോദിക്കുകയാണ്. അതോടൊപ്പം ഉദാസൻ 1579 ഉദാസൻ ചെയ്ത, അതായത് 420 വർഷം മുമ്പുള്ള പള്ളി എൻ്റെ ഇടപെടലാണ്. ചുങ്കത്തിൽ കല്ലിശ്ശേരി കഴിഞ്ഞ ന്യായീകരണ വികാരിയുമായിരുന്നു. അവിടെ BSc തേർഡ് റാങ്ക് ഉണ്ടായിരുന്നു, MSc ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. പിന്നീട് ഈ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം,
ഒരുപക്ഷെ ഓരോ പ്രോഗ്രാമുകളും പഠിക്കാൻ തീർച്ചയായിട്ടും ആയിരുന്നപ്പോൾ കല്യാണത്തിന് പട്ടി കാലം പോകുന്ന ആൾക്കാർ നടപടിയെ കുറിച്ചാണ്. പിന്നെ പെങ്ങളെ കിട്ടുന്നത് എവിടെ ചെന്നാലും കുത്തുവാക്ക് മാത്രം. മൂവാറ്റുപുഴ സർക്കാർ കോളേജിൽ 160 അധ്യാപകർ ഞങ്ങൾക്ക് കടയാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും എല്ലാവർക്കും കടയാക്കാൻ മാത്രമായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ഈ സമുദായത്തിൽ പുറത്തിയാവാൻ ഒരു രക്ഷയില്ല. ആകെ പോലെ ഒരു രക്ഷയുള്ളത് കല്യാണം കഴിക്കുമ്പോൾ പുറത്ത് കഴിക്കുക. ഞാനിങ്ങനെ ജിറ്റി പ്രൊഫസറായിട്ട് ഏറ്റവും വെച്ചിരുന്നു. ജിറ്റി പ്രൊഫസറിന് താനെന്തായാലും പുറത്തു. എന്നിട്ട് എൻ്റെ കല്യാണത്തിനൊരു ചായയും ടൈം മാത്രം കൊടുത്തിട്ട് ആദ്യം വീട് ചോദിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഇടവഴി അച്ഛനായിരുന്നു. അച്ഛനായിരിക്കാമെന്ന് ഈ എനിക്ക് നന്ദി പോലും പറയാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വന്നത് ഈ ആശയത്തോടുള്ള ജോലിക്കൊണ്ടാണ്. തിരുമേനി മൂലക്കെട്ട് ആശീർവദിച്ചു തന്നിട്ട് അങ്ങനെ വയനാട്ടിൽ ഒരു അടിയ ആദിവാസി മതങ്ങൾ കൊച്ചിനുമായി വീട്ടിൽ കൊടുക്കാൻ സാധിച്ചത്. ഇവിടെ വിരറ്റാവാടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ തിരുമേനിയുടെ PhD വലിയ തിരുമേനി എന്നും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. PhD സിൻഡിക്കേറ്റ് എടുത്ത് വൈകുന്നേരം 10 ഞാൻ അറിഞ്ഞത്. അപ്പോഴേ തിരുമേനിയെ വിളിച്ചു. തിരുമേനി പറഞ്ഞ് നാളെ രാവിലെ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, എനിക്കാണ് PhD കിട്ടിയത്, തിരുമേനിക്കാണ് PhD കിട്ടിയത്. തിരുമേനിയുടെ സന്തോഷം കാണുന്നതായിരുന്നു. അത്രയധികം പ്രോത്സാഹിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടവഴിക്ക് അച്ഛൻ എന്ന് പറയുന്നത് അന്ന് അച്ഛനായിരുന്നു, ഇപ്പോൾ തിരുമേനിയാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ അച്ഛനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പരസ്പരം പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഞാൻ മുമ്പിലെത്തിയതേ ഉള്ളൂ. തിരുമേനിയുടെ PhD പിന്നെ നീണ്ടുപോയപ്പോൾ ഞാനൊരു 6, 8, 10 ഫയലോ പേപ്പർ ഓരോ PhD എഴുതുന്ന ചാപ്റ്റർ എഴുതുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കുന്നത്. അതൊരു ഗവേഷണം വേണ്ടി വരുമായിരിക്കും. എങ്കിലും അടുത്ത മെറിറ്റ് അവാർഡ് തിരുമേനിക്കും PhD ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, തിരുമേനിയെ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ സെമിനാരിൽ വന്നു കഴിയുമ്പോൾ തിരുമേനി ഡോക്ടറേറ്റ് എന്തായി PhD കൊടുത്തോ എന്നുകൂടെ ചോദിച്ചിട്ട് നൽകണം. നമ്മുടെ തിരുമേനി എല്ലാ കാര്യത്തിലും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇവിടെ കുഞ്ഞുങ്ങൾ പുതുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കണം. ഓരോ നേട്ടങ്ങളുണ്ടാകുമ്പോഴും വന്ന് പിതാവിൻ്റെ അടുത്ത് പറയണം, നമ്മുടെ പിതാവാണ്, നമ്മുടെ തിരുമേനി നമ്മുടെ ഓരോ നേട്ടങ്ങളും വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ സന്ദർശകർക്ക് എന്താ പറയുക പുതുതായിട്ടുണ്ട്. എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്, ഞാൻ സന്ദർശകരാണോ. ഇവിടെ പുറത്തിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പിതാവിനെ ഞാൻ സന്ദർശിച്ചിട്ട് വരാം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം പിതാവാണ്, ഓരോ നേട്ടമുണ്ടാകുമ്പോൾ ഇവിടെ വരാം. സന്ദർശകർ കാനായക്കാര് കുട്ടികൾ അല്ലല്ലോ, തിരുമേനി കുട്ടികളെ സന്ദർശകരായിട്ടല്ല കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകണം. ഇതൊരു മുമ്പോട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ നിരോധനമാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഉറപ്പുണ്ട്. തന്നെയല്ല, ഇത് ഈ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും വളരെ പ്രോത്സാഹനമാകും. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഒരു പ്രോത്സാഹനമാകും. ഇവിടെ ഗോൾഡ് മെഡലുകൾ നമ്മൾ കുറേ പേരുണ്ട്. ഏറ്റവും ടോപ്പ് വാങ്ങിച്ചിരിക്കുന്നത് റൈനാമേരി ജോസഫിന് ചങ്ങനാശ്ശേരി എരിച്ചിപ്പുറത്ത് താമസച്ചാരി അവാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേജ തോമസിന് എൻ്റെ ശ്രീമാരുടെ അവിടെ തന്നെ ഗോൾഡുണ്ട്. SSLC 14ാം റാങ്കാണ്. +2 ടോപ്പ് വാങ്ങിയിരിക്കുന്ന സൗമ്യ മേരിക്കുട്ടിക്ക് ഒരു ഗോൾഡ് മെഡലുണ്ട്. MM ഗവൺമെൻറ്റുകാരുടെയും ഗോൾഡ് മെഡലുണ്ട്. കോളേജ് സെക്ടർ മദ്രാസ് കൊച്ചിന് നാളെ പരീക്ഷാണ് നടത്തിയിരിക്കുന്നത്. വസ്ത്രം കിട്ടിയ കുട്ടിക്കും ഒരു ഗോൾഡ് മെഡൽ ഉണ്ട്. തിരുവനന്തപുരം ഏറ്റവും PhD ലഭിച്ച ഡോക്ടർ ബിനായ് മാത്യുവിനും ഡോക്ടർ ബിനായ് തോമസിനും ഗോൾഡ് മെഡൽ ഉണ്ട്. വളരെ പ്രത്യേകം യുവത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ കിടക്കുകയാണ്. മെറിറ്റ് അവാർഡുകൾ പ്ലാൻ ചെയ്തത് ഡൽഹിയിൽ പോയപ്പോൾ UGC വൈസ് ചാൻസലർ UGCയുടെ വൈസ് ചെയർമാൻ രാജശേഖരൻ പ്രസാദ് ഇക്കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ കലിശയ്ക്കാരനായി അദ്ദേഹം വളരെ താല്പര്യത്തോടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇവിടെ വളരെ അത്യാവശ്യം വന്നതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി വരാനുള്ള അസൗകര്യം അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം കാണിച്ച സ്നേഹത്തിന് സംബന്ധിച്ച എൻ്റെ പ്രകാരം വരാമെന്ന് പറഞ്ഞ് സംബന്ധിച്ച് അദ്ദേഹത്തിന് മധ്യത്തിൽ പോലും അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ തിരുമേനിക്ക് നന്ദി പറയുന്ന കാര്യം അത് ഇതിനകത്ത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തിരുമേനിയാണ്, പിതാവാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
പിതാവ് വിളിച്ചു, പിതാവ് നടത്തുന്ന പരിപാടിക്ക് പിതാവിനോട് എങ്ങനെ നന്ദി പറയും? ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ വിധേയത്വവും സ്നേഹവും അറിയിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങോട്ട് പോയി വേറെ തിരക്കുകൾ കാരണം പോയതാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേര് നന്ദി പറയുന്നു. റോബർട്ട് ചാൻസ് ഡോക്ടർ രവീന്ദ്രനാഥ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി ഇങ്ങനെ പോകുന്നത് ഈ ഒരു മനുഷ്യന്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയും. ഈയിടെ ഒരു കുട്ടി 67% മാർക്കിട്ട് മുസ്ലിം കുട്ടിയാണ് യൂണിവേഴ്സിറ്റി തെറ്റുപറ്റി തോറ്റുപോയി. ഞാൻ കുറച്ചൊരു നോക്കി നന്ദിയാണ്. എത്ര ദിവസം ഞാൻ നേരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. എനിക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെട്ടു. MSc ചേർന്നു, കോഴ്സിലും ചേർന്നു. പ്രതിസ്ഥാനത്താക്കിയത് ഹൈക്കോടതിയുടെ കേസ് കൊടുത്തു. പ്രതിസ്ഥാനത്താക്കി ഞാൻ നേരിട്ടാണ് കേസ് കൊടുത്തു. വക്കീലൊന്നും ഇല്ലായിരുന്നു. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വന്നതിനുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ശ്രീ രാജീവ് ബഹുമാനത്തിലൂടെ എത്തിയിട്ടില്ല. അവർക്ക് ഓരോ അസുഖം അവർ അറിയിച്ചിരുന്നു. നമ്മുടെ സമുദായ സെക്രട്ടറി ട്രസ്റ്റി സച്ചിനെയൊക്കെ നന്ദി പറയുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം അവരാണ് ഇത് നടത്തുന്നത്. വിനോയ് മാത്യു പ്രതിനിധിയാണ്. ഇവരെല്ലാവർക്കും പത്രവാരും നന്ദി പറയുന്നത്. വരും വർഷങ്ങളിൽ ഏറ്റവും മധുരമായ ഗാനായി ഏറ്റവും ഏതാണ്ട് പൂജാതിയോടുകൂടി നടക്കുന്നതായിരിക്കും നല്ലതിൻ്റെ അഭിപ്രായം. വൈദിക ട്രസ്റ്റി അണ്ണാമിനിസ്റ്റിയുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ ജോയിന്റ് അക്കൗണ്ട് ഇതിലേക്ക് ആവശ്യത്തിലധികം കൊള്ളാമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇച്ചിരി നല്ല എല്ലാവർക്കും 2 ഗ്രാമിലും വരുന്ന ഗോൾഡാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഗോൾഡാക്കിയാൽ കൊള്ളാം എനിക്ക് സജഷനുണ്ട്. കാരണം ഞാൻ പഠിച്ചപ്പോൾ BScക്ക് രാവിലെ 4 മണിക്ക് വെച്ച് പഠിച്ച് 5 മണിക്ക് പശുവിനെ വന്നാൽ 4 മണി കൊണ്ട് കിട്ടുന്ന മൈസൂരിലാണ് ഡിഗ്രി എടുത്തത്. അങ്ങനെയാണ് BSc പഠിച്ചത്. BSc പഠിച്ച് വെള്ളം കിട്ടി, പിന്നീട് MSc പഠിച്ച് ഭക്ഷണം കിട്ടി, പിന്നീട് UGC കിട്ടി. UGC കിട്ടിയ 1 കേസ് കയറാൻ കഴിച്ചിട്ടുള്ളൂ. അതായത് എൻ്റെ സ്വന്തം ചേച്ചിക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ടുള്ളതാണ് പറയുന്നത് എനിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ റിസർച്ച് ചെയ്തപ്പോൾ എൻ്റെ PhD ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ അതിലൊക്കെയായിരുന്നു. ഇതെല്ലാം ഓരോ ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ അത് ഞാൻ പറയാൻ കാരണം ചണ്ഡീഗഡിൻ്റെ സ്വന്തത്തിലാക്കിയാലും ഗുണം. അന്ന് ഒരു പ്രാവശ്യം മറുപടി എടുത്തിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഓരോരുത്തരോട് കടച്ചു പോയി. അത് വലിയ പാട്ടായി വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടുതൽ പൈസ വന്നിട്ട് കിട്ടിയപ്പോൾ ഒരു മാറി ചെറുതായിട്ട് പണയം കിട്ടിയായിരുന്നു. ഇവിടെ എങ്കിലും കുട്ടിക്കൂടെ വന്നാലും ഇപ്പൊ പെൺപിള്ളേരാണെങ്കിൽ പണ്ടത്തെ പോലെ പണ്ടൊക്കെയാണെങ്കിൽ എടോ മാക്സിമം പേര് അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കും. ഇപ്പൊ പെൺപിള്ളേർ ആമ്പിള്ളേർ വിളിക്കുന്നത് എടാ അവളോ അവളോ ഇടിയുള്ളൂ എന്താ ഞാൻ കാണുന്നത്. കാണുമ്പോൾ അത് ചേഞ്ചിലാണ്, കാലത്തിലോട്ട് ചേഞ്ചാണ്. അപ്പൊ അവര് ചിലപ്പോൾ ചെയ്താൽ മാറില്ല. എങ്കിലും ഒരു 2 ഗ്രാമിൻ്റെ ഒരു അങ്ങനെ നമുക്ക് നല്ല ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതുപോലെ അതുപോലെ എല്ലാവർക്കും കൊടുക്കുന്നതിൽ ഈ അക്കൗണ്ട് വലുതാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നും കൂടി ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സെക്കൻഡ് തേജ തോമസ്. തേർഡ് ജിതിൻ മോഹൻ. അവിടെ മുന്നോട്ട് കൊടുക്കാം. ജിതിൻ മോഹൻ. മേഘന എബ്രഹാം. പ്ലീസ് കം ഫോർവേഡ്. പ്രീത സുജ തോമസ്. ജിതുമോൾ തങ്കം തോമസ്. ജിതുമോൾ തങ്കം തോമസ്. ബിസ്ന എം. ബീന എബ്രഹാം.
ബീന എബ്രഹാം, ഷാറോൺ മെറിൻ ജോസ്, മേഘ മറിയം തോമസ്, നീതു അന്ന ജോസഫ്, ആൻ സെൽസി മാത്യൂസ്, കെവിൻ കുരുള, ആൻ സെൽസി മാത്യൂസ്, കെവിൻ കുരുള, നിഷ സിയനിയൻ, കെവിൻ കുരുള, നിഷ സിയനിയൻ, സക്കറിയ ജേക്കബ്, സാം സക്കറിയ, വനിത ആൻ റജി, സാം സക്കറിയ, വനിത ആൻ റജി, വിനീത ആൻ റജി, റജി കെ എബ്രഹാം, ബിബിൻ ബേബി, വിനീത വന്നിട്ടില്ല, റജി കെ എബ്രഹാം, ബിബിൻ ബേബി, ചിഞ്ചു സാറ എബ്രഹാം, മിന്റു മോനിച്ചൻ, അയോണ ആലീസ് യെല്ലോ, നിമി തോമസ്, ലവ്യ മേരി ജോസഫ്, നീതു സൂസൻ എബ്രഹാം, ജിബിൽ സാബു, റിയ മറിയം കോര, നീതു സൂസൻ എബ്രഹാം, ജിബിൽ സാബു കൊടുത്തു, റിയ മറിയം കോര, വിനില മാത്യു, റിയ മറിയം കോര, വിനില, ടീന മോൾ എബ്രഹാം, സ്നേഹ മാത്യൂസ്, ടീന മോൾ എബ്രഹാം, സ്നേഹ മാത്യൂസ്, ബിജോ പുന്നൂസ്, ജിനു അന്ന പുന്നൂസ്, സ്നേഹ മാത്യൂസ്, ബിജോ പുന്നൂസ്, സ്നേഹ മാത്യൂസ്, ബിജോ പുന്നൂസ്, ജിനു അന്ന പുന്നൂസ്, എലിയാസ് സ്കറിയ, ദീപു ജേക്കബ്, കുര്യൻ എബ്രഹാം, സിഞ്ചു മാത്യു, മീനു ചാക്കോ,
സിഞ്ചു മാത്യു, മീനു ചാക്കോ, സിഞ്ചു മാത്യു, മീനു ചാക്കോ, ജിഷ തോമസ്, മീനു എബ്രഹാം, ജിഷ തോമസ്, മീനു എബ്രഹാം, സൂര്യ പുന്നൂസ്, മീനു എബ്രഹാം, സൂര്യ പുന്നൂസ്, ലിജിമോൾ പി എബ്രഹാം, സൂര്യ പുന്നൂസ്, ലിജിമോൾ പി എബ്രഹാം, ഫിലിപ്പ് റോയ് എബ്രഹാം, ജെഫിൻ പ്രസാദ് കുരുവിള, ജെഫിൻ പ്രസാദ് കുരുവിള, തോമസ് കുട്ടി കുറിയാക്കോസ്, ജിബിൻ കെ എബ്രഹാം, തോമസ് കുട്ടി കുറിയാക്കോസ്, ജിബിൻ കെ എബ്രഹാം, ജിഷ കുരുവിള, സ്നേഹ മാത്യു, ഡെനി തോമസ്, ജിഷ കുരുവിള, സ്നേഹ മാത്യു, ഡെനി തോമസ്, മിഥുൻ പീറ്റർ, ഡെനി തോമസ്, മിഥുൻ പീറ്റർ. അടുത്തത് പ്ലസ് ടുവിന്റെയാണ്. സൗമ്യ മേരിക്കുള്ള, സൗമ്യ മേരിക്കുള്ള MM കോൺവെന്റ് ഗോൾഡ് മെഡൽ. കോളിൻസ് ഏഞ്ചൽ, കോളിൻസ് ഏഞ്ചലോ ഗോൾഡ് മെഡൽ. കോളിൻസ് ഏഞ്ചലോ മെഡ്രാസ്. ലിസ്റ്റിൽ സ്ഥലമില്ല, എഴുതിയിട്ടില്ല. ആശ പി പൊന്നൂസ്, ജിനു അനിയൻ, ലംന പൊന്നൂസ്, ജിനു അനിയൻ, ലംന പൊന്നൂസ്, മർഷ ജോസഫ്, ലംന പൊന്നൂസ്, മർഷ ജോസഫ്, മോൻസി കുര്യാക്കോസ്, ടീന തോമസ്, മോൻസി കുര്യാക്കോസ്, ടീന തോമസ്, മറിൻ ജേക്കബ്, സുനു എബ്രഹാം, ടീന തോമസ്, മറിൻ ജേക്കബ്, സുനു എബ്രഹാം, ഫിലിപ്പ് അലക്സ്, സ്റ്റീഫൻ എൽസ സണ്ണി, തന്നു തോമസ്, ഫിലിപ്പ് അലക്സ്, സ്റ്റെഫി എൽസ സണ്ണി, തന്നു തോമസ്, ടിൻസി തമ്പി, നിഖിൽ ടി മാത്യൂസ്, മനു റേച്ചൽ സാബു, തന്നു തോമസ്, ടിൻസി തമ്പി, നിഖിൽ ടി മാത്യൂസ്, മനു റേച്ചൽ സാബു, നീനോ ജേക്കബ്. മെനു റേച്ചൽ, നീനോ ജേക്കബ്. അടുത്തത് ഡിഗ്രി ഹോൾഡേഴ്സ്. നീനോ ജേക്കബ്. അടുത്തത് ഡിഗ്രി ഹോൾഡേഴ്സിന്റെയാണ്.
സ്മിത മോൾ ചാക്കോ, ജെമിലി മാത്യു. സ്മിത മോൾ ചാക്കോ, ജെമിലി മാത്യു. അക്കോ എബ്രഹാം, ജിയോ തോമസ്, സുമി ഇ കുര്യാക്കോസ്. അക്കോ എബ്രഹാം, ജിയോ തോമസ്, സുമി ഇ കുര്യാക്കോസ്. സുമി കുര്യാക്കോസ്, ധന്യ തോമസ്, ടിൻറ്റു മോൾ ചാക്കോ, ധന്യ തോമസ്, ടിൻറ്റു മോൾ ചാക്കോ. നിതിൻ പി മാത്യൂസ്, നിതിൻ പി മാത്യൂസ്, ടിങ്കി കെ ജേക്കബ്, അനൂപി ജോസഫ്, ടിൻറ്റു മോൾ ചാക്കോ, ടിങ്കി കെ ജേക്കബ്, അനൂപി ജോസഫ്, എ ജിനോ എബ്രഹാം, അനൂപി ജോസഫ്, എ ജിനോ എബ്രഹാം, ജീതു പി മാത്യു, ജിജി ജേക്കബ്, ജീതു പി മാത്യു, ജിജി ജേക്കബ്. ജീതു പി മാത്യു, എ ജിനോ എബ്രഹാം, ജിജി ജേക്കബ്, ലിയമോൾ കെ കെ, ദിവ്യ ജോസ്, പിന്റു കെവിൻ, നിക്കു മരിയ മാത്യു, മായ കെ കുര്യൻ, നിക്കു മരിയ മാത്യു, മായ കെ കുര്യൻ, ഗ്രീഷ്മ ജോൺ, മായ കെ കുര്യൻ, ഗ്രീഷ്മ ജോൺ. अमिता कुरियाकोस, अभिष कुरियाकोस, सबिता जोस, अनु स्टीफन, रिया जैकब, ഷറിൻ മുണ്ടകപ്പാടം, ടിജിൻ ജി ജോസ്, मीरा चाको, सिबी एब्राहम पुलूस, Maria Thomas, सिबी एब्राहम पुलूस, Maria Thomas, Marina Mariam Thomas, सिबी एब्राहम Mariam Thomas,
Marina Maria Thomas, Joyce C. Joseph, Nito Thomas, Maria Thomas, Marina Maria Thomas, Joyce C. Joseph, Nito Thomas, Joyce C. Joseph, Nito Thomas, Libby Moore Matthew, Eldos Matthew Pulus, Libby Moore Matthew, Eldos Matthew Pulus, Sabine K. Abraham, Dr. Tijo Matthew, Sabine K. Abraham, Dr. Tijo Matthew, Yevin Matthew, Yelma Abraham, Yevin Matthew, Yelma Abraham, Shanu Matthew, Deacon Pino Philip, Shanu Matthew, Deacon Pino Philip, Merit Award for Post Graduation, Vija Thomas, Vaiga Thomas, Vaiga Thomas, Vaiga Thomas, Dr. George Kurula, Dr. George Kurula, Gold Medal. Arun Babu, Deepa Sara Abraham, Arun Babu, Deepa Sara Abraham, Sean Pulus Matthew, Sean Pulus Matthew, Remy Thomas, Remy Thomas, Ajit Abraham, Shobha Mary Kurula, Shobha Mary Kurula Gold Medal, Ajit Abraham, Shobha Mary Kurula Gold Medal. MA first rank winner, Shobha Mary Kurula, Anju Abraham, Akhila Rajan, Anju Abraham, Akhila Rajan, Divya Chinu Kurula, Anish Unatan, Prince Abraham, Divya Chinu Kurula, Anish Unatan, Anish Unatan, Prince Abraham, Sanju Abraham, Timmy Matthew, Sheba Abraham, Sanju Abraham, Timmy Matthew, Sheba Abraham, Timmy Matthew, Sheba Abraham, Dr. Tito Degla, Dr. Tito Degla, please come forward. American practice here there. Would Dr. Tito Degla is in the United States. Dr. Seema Tito,
വൈഫ് വന്നിട്ടുണ്ട്, ഡോക്ടർ സീമാറ്റിലോ. ഡോക്ടർ സീമാറ്റിലോ, രണ്ടുപേരും ഡോക്ടേഴ്സുള്ളത് അമേരിക്കയിൽ വർക്ക് ചെയ്തു. ലിനു എലിസബത്ത് തോമസ്. Merit Award for PhD, Dr. Binoy Matthew, M.Com, LLD, PhD, Gold Medal. അടുത്തത് ഡോക്ടർ ബിനോയ് തോമസ്, MSc, PhD, Gold Medal. Father Thomas Manimala, Father Dr. Thomas Manimala. Sonia Sabu, Yebin M. Abraham, Rima Chinyu Jacob, Yebin M. Abraham, Rima Chinyu Jacob, Tony Matthew, Jibu Joy, Anshay Unandal, PG. Anshay Unandal, PG. Then Harsha Chako. Harsha Chako, Ushas Thomas, Meety Susan Abraham, Ushas Thomas, Meety Susan Abraham, Ribu Skaria, Meety Susan, Ushas Wonderla, Meety Susan Abraham, Ribus Korea, Minu Chako, Evin Abraham. Ribus Korea, Minu Chako, Evin Abraham. Regin Roy Abraham, Lydia Susan Minu Abraham, Evin Abraham, Regin Roy Abraham, Lydia Susan, Febin K. Abraham, Febin K. Abraham, Febin K. Abraham, Ushas Thomas, ആരെങ്കിലും ഇത് വാങ്ങാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഇത് വാങ്ങാവുന്നതാണ്. അനീഷ് ഉണ്ണിട്ടൻ, ഉഷസ് തോമസ്,
അച്ചു എബ്രഹാം, അരുൺ ബാബു, നിക്കു മറിയം മാത്യു, Anupi Joseph, Philip Alex, Surya Bonus, Korean Abraham, Benita Ann Raji, and Chelsea Matthews. Okay. ആളുകൾ സെമിനാരി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ വർക്കിംഗ് ഡേയ്സിൽ വന്ന് അവരുടെ പേര് പറഞ്ഞ് ഇവിടെ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഇതിവിടെ ഓഫീസിൽ ക്രമീകരിച്ചിരിക്കും. അപ്പോൾ ഇത് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി യോഗം അവസാനിക്കുകയാണ്. നാം എല്ലാവരോടുകൂടി പ്രത്യേക ഇന്ന് വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ ഈ സമുദായത്തിന്റെ എല്ലാ ആത്മീയമായ പ്രവർത്തനങ്ങളോടുകൂടി നമുക്കുള്ള സകലത്തോടും കൂടി പ്രത്യേകിച്ചും ഇതിന്റെ നടത്തിപ്പുകാര്, ഇതിന്റെ പ്രവർത്തകരെ, ഇത് ഓർഗനൈസ് ചെയ്ത സകലരോടുകൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത് കഴിഞ്ഞ പ്ലസ് ടുക്കാരാണ്. പ്ലസ് ടു ലെവലിൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ റെഡിയാക്കിയിരിക്കുകയാണ്. പത്താം ക്ലാസ് കഴിഞ്ഞ് 12-കാരുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാരുണ്ട്, അത് കഴിഞ്ഞിട്ട് PG-ക്കാർ, അടുത്തത് ഡിഗ്രിക്കാരാണ്, പിന്നെ PG, പിന്നെ PhD-ക്കാരാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. എന്നാല് നിങ്ങൾ പ്ലസ് ടുകാർ താഴെ പോയി ചായ കൊടുക്കുക. ഡിഗ്രിക്കാർ പെട്ടെന്ന് വരിക. എല്ലാ സബ്ജക്റ്റുകാരും ഒന്നിച്ചാണ്. BTech, BSc, BA ഞങ്ങളൊക്കെ കാണാമെന്ന് വിളിക്കുന്നു. ഈ ഡിഗ്രിക്കാരാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരുപാട് കുട്ടികളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കുട്ടികൾ ലോഡ് വരിക. ഫോട്ടോ നന്നായിട്ട് വരിക. ഈ PhD-ക്കാർ മാത്രമല്ലേ ഉള്ളൂ, ആരൊക്കെ എടുക്കാത്തത്? ഫോട്ടോ